1000 ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രുചികരമായ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാം. ഇത് ഒരു തായ് ഡെസേർട്ടാണ്. കഴിഞ്ഞ വർഷം തായ്ലൻഡിൽ പോയപ്പോൾ കഴിച്ച മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ രുചി ഓർത്തുകൊണ്ട് നമുക്കുണ്ടാക്കാം. ആദ്യമായി കുറച്ച് പാൻഡൻ ലീവ്സ്, അതായത് നമ്മുടെ രമ്പ ഇല എടുത്തുകൊണ്ടുവരാം. ഇത് നല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. ഒരു 2-3 ഇല മതിയാകും. ഇതിൻ്റെ ഇല വേണ്ടവർക്ക് ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: മാങ്ങ, അൽഫോൻസ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത ചെറുപയർ പരിപ്പ് 1 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 കപ്പ്, കട്ടിയുള്ള തേങ്ങാപ്പാൽ 300 ml, കട്ടിയുള്ള തേങ്ങാപ്പാൽ 200 ml, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 സ്പൂൺ, സ്റ്റിക്കി റൈസ് 500 ഗ്രാം, രമ്പയില. ഇതാണ് സ്റ്റിക്കി റൈസ്. മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കുമ്പോൾ ഈ സ്പെഷ്യൽ റൈസാണ് ഉപയോഗിക്കുന്നത്. ഗ്ലൂട്ടിനസ് തായ് സ്റ്റിക്കി റൈസ്. പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ ഇത് തന്നെ വേണം ഉപയോഗിക്കാൻ. ഇത് നമുക്ക് ആമസോണിൽ ലഭ്യമാണ്. ഇത് നല്ല പശയുള്ള അരിയാണ്. ഇത് വെള്ളമൊഴിച്ച് നന്നായി കഴുകണം. പശ പോകുന്നത് വരെ 5-6 പ്രാവശ്യം കഴുകിയെടുക്കണം. നല്ല വെള്ളം ക്ലിയർ ആകുന്നത് വരെ കഴുകണം. ഇത് ലാസ്റ്റ് കഴുകലാണ്. ഇതിപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ക്ലിയറായി. ഇനി നമുക്കിത് കഴുകിയെടുത്ത് കുറച്ച് നേരം 1 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം. 5-6 മണിക്കൂർ വെക്കുകയും ചെയ്യാം, ഒരു നൈറ്റ് ഫുള്ളായിട്ട് വെക്കുകയും ചെയ്യാം. അതിനനുസരിച്ച് സോഫ്റ്റായി കിട്ടും. നന്നായി കഴുകി കുതിർത്ത അരി ഒരരിപ്പയിൽ ഒഴിച്ച് വെള്ളം വാലാൻ വെക്കുക. ഈ കുതിർത്ത അരി ഇനി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു സ്റ്റീമറിൽ വെള്ളമൊഴിച്ച് തിളക്കാൻ വെക്കുക. വെള്ളം ചൂടായ ശേഷം സ്റ്റീമറിൻ്റെ പാത്രം വെക്കുക. വെള്ളം ചൂടായ ശേഷം ഒരു നനഞ്ഞ തുണി ഈ പാത്രത്തിന് മുകളിൽ വെക്കുക. അരി മുഴുവനും ഈ തുണിയിലേക്ക് ഇട്ട് വെക്കുക. ഇത് നമുക്ക് ഈ സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാനുള്ളതാണ്. ശേഷം അരിയിട്ട ഈ തുണി നന്നായി മടക്കുക. 4 ഭാഗവും ശരിക്കും മടക്കണം. ഈ തുണി കുറച്ചധികം വലിപ്പമുള്ളത് കൊണ്ടാണ്. കറക്റ്റായിട്ട് വലിപ്പെടുത്താൽ നല്ല ഭംഗിയിൽ മടക്കാം. ഇനി സ്റ്റീമറിൻ്റെ അടപ്പ് അടക്കുക. തീ കത്തിച്ച ശേഷം ഇതൊരു 30 മിനിറ്റ് വേവാൻ വെക്കണം. അരി വേവാൻ എടുക്കുന്ന 30 മിനിറ്റിനുള്ളിൽ നമുക്ക് കോക്കനട്ട് മിൽക്ക് കൂട്ട് റെഡിയാക്കാം. അതിനുവേണ്ടി 250 ഗ്രാം പഞ്ചസാര പാനിലിട്ടു. ഇനി എടുത്തു വെച്ച 300 ml തേങ്ങാപ്പാൽ ഒഴിച്ച് ഇളക്കുക. നന്നായി ഇളക്കണം. 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഇളക്കി ചെറുതാക്കി ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മൾ മാറ്റി വെച്ച പാൻഡൻ ലീവ്സിൽ കുറച്ച് ഇടാം. ഇത് നല്ല ഫ്ലേവറിന് വേണ്ടിയാണ്. ഇനി ഇതിലിട്ടില്ലെങ്കിലും അടുത്ത കൂട്ടിലും ഇടാം. നന്നായി ഇളക്കി ചൂടാവട്ടെ. നന്നായി ചൂടായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സ്റ്റീമർ തുറന്നു നോക്കാം.
നല്ല ചൂടുണ്ടാവും, കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. തുണി മടക്കൊക്കെ നിവർത്തി നന്നായി നിവർത്തുക. ശ്രദ്ധിക്കണം, നല്ല ചൂടുണ്ടാവും. ഒന്ന് ഇളക്കി നോക്കാം. ഇതാ നന്നായിട്ട് വേവായിട്ടുണ്ട്, സോഫ്റ്റും ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി സോഫ്റ്റ് ആവാനുണ്ട്. ഇതാ ശരിക്കും വെന്തിട്ടുണ്ട്. അടുത്തതായി ചൂടാക്കി വെച്ച തേങ്ങാപ്പാൽ കൂട്ടിലേക്ക് നമ്മൾ വേവിച്ച ഈ റൈസ് ചേർക്കുക. കുറേശ്ശെയായിട്ട് അങ്ങനെ ചേർത്ത് ഇളക്കുക. ഈ റൈസ് ഇപ്പോൾ നമുക്ക് ഇട്ടാൽ കുറച്ച് ലൂസായിട്ട് തോന്നും. കുറച്ച് കഴിഞ്ഞാൽ ഈ പാലെല്ലാം റൈസ് വലിച്ചെടുത്തിട്ടുണ്ടാവും. മുഴുവനായിട്ടും അതിലേക്കിടുക. ഈ തേങ്ങാപ്പാൽ കൂട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റായിരിക്കും. മധുരവും ഉപ്പും തേങ്ങാപ്പാലും കൂടി കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. മുഴുവൻ റൈസും ഇട്ട് പതുക്കെ ഇളക്കി വെക്കുക. ഇനി ഇത് ഒരു 2 മിനിറ്റ് കൂടി വേവിക്കണം. 2 മിനിറ്റിന് ശേഷം ഇതിനി നമുക്കൊന്ന് മൂടി വെക്കാം. രണ്ട് മിനിറ്റിന് ശേഷം തീ ഓഫാക്കി നമ്മൾ അതിൽ ഒരു നനഞ്ഞ തുണി വെച്ച് അടപ്പ് അടക്കുക. ചൂട് പോവാതിരിക്കാനാണ് ഈ തുണി വെക്കുന്നത്. ഒരു 40 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കണം. 250 ml തേങ്ങാപ്പാലിലേക്ക് 5-6 സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇത് നമുക്ക് പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. അത് നന്നായി ഇളക്കി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 സ്പൂൺ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തതാണ് അത് ചേർത്ത് നന്നായി ഇളക്കി ഇത് നമുക്കൊന്ന് കുറുക്കണം. ഈ കോക്കനട്ട് ക്രീം സ്റ്റിക്കി റൈസിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ളതാണ്. ഇതിലേക്കും നമുക്ക് പാൻഡൻ ലീവ്സ് ഇടാം, നല്ല ഫ്ലേവറിന് വേണ്ടി. പാൻഡൻ ലീവ്സും ഇട്ടു, അതായത് നമ്മുടെ രമ്പയില. ഇത് തിളച്ച ശേഷം നമുക്കിതിന്ന് മാറ്റി കളയണം. ഇനി നമുക്ക് വേണ്ടവർക്ക് മിൽക്ക് മെയ്ഡും കുറച്ച് ചേർക്കാം, അതിൻ്റെ ടേസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ. പാൻഡൻ ലീവ്സ് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ഇപ്പോൾ കുറേശ്ശെ കുറുകാൻ തുടങ്ങി, കുറച്ച് മാത്രം മിൽക്ക് മെയ്ഡ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ആവശ്യമുള്ളവർക്ക് 1-2 സ്പൂൺ ചേർത്താൽ മതിയാവും. ഇത് കുറുകി വന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് വേണ്ട മാങ്ങ തയ്യാറാക്കാം. എനിക്കിവിടെ കിട്ടിയത് അൽഫോൻസ മാങ്ങയാണ്. അൽഫോൻസ മാങ്ങ കുഴപ്പമില്ല, മധുരം ഒക്കെ ഉള്ള മാങ്ങ തന്നെയാണ്. ഇത് നന്നായി ചെത്തി മുറിച്ച് വെക്കുക. നമുക്ക് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. പ്ലേറ്റിൽ വെക്കാം. നമ്മുടെ മാങ്ങ റെഡിയായി. ഇനി നമുക്ക് വേവിച്ച് വെച്ച റൈസ് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്, കണ്ടോ? ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കി ഉണ്ടാക്കാം. ഇത് ഇത്തിരി ടൈറ്റായിട്ടുണ്ട്. നമ്മൾ ആദ്യം തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി അധികം തേങ്ങാപ്പാൽ എടുത്താൽ മതി.
ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള കുഴിയുള്ള ഒരു ബൗളിലേക്ക് എടുക്കാം. കണ്ടോ, കുറച്ച് ടൈറ്റ്. ഇത് ഞാൻ കുറച്ചുകൂടി അരി ഇട്ടിരുന്നു. ഞങ്ങൾ കുറേ പേരുണ്ട് വീട്ടിൽ, എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി. ഇത് പ്ലേറ്റിലേക്ക് കമഴ്ത്തുക. ഇനി ഇത് നമുക്ക് അലങ്കരിക്കാനുണ്ട്. ഇനി നമ്മൾ കുറുക്കി വെച്ച തേങ്ങാപ്പാൽ ക്രീം ഇതിന് മുകളിൽ ഒഴിക്കുക. റൈസിന് മുകളിലും വേണമെങ്കിൽ മാംഗോയുടെ മുകളിലും. ഇത് നല്ലൊരു ഫ്ലേവറാണ്. ഈ ക്രീം ഒന്നുകൂടി ലൂസ് ആവാനുണ്ട്. ഇത് കുറച്ച് ടൈറ്റാണ്. ഒന്നുകൂടി ലൂസായാൽ നല്ല ക്രീമി ആയിരിക്കും. അതാണ് നല്ലത്. ശേഷം വറുത്ത് വെച്ച ചെറുപയർ പരിപ്പ് ഇതിന് മുകളിൽ ഇടാം. ഇതും നല്ലൊരു ഫ്ലേവറാണ്. മൂന്നിലും ഇട്ടു. അങ്ങനെ എന്നെ കൊതിപ്പിച്ച തായ് മാംഗോ സ്റ്റിക്കി റൈസ് റെഡിയായി. നിങ്ങളും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ? യേജു അമ്മി, മാംഗോ സ്റ്റിക്കി റൈസ് റെഡി. കഴിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.